എല്ലാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വചനപ്രകാരം യോസേഫിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ സംഭവം നീ മറന്നു കളയരുത്. നീ ഇന്ന് വിടുന്ന കണ്ണീരെല്ലാം ദൈവം നിനക്ക് നന്മയ്ക്കായിട്ട് മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് അയച്ചാലും ലഭിക്കും. നമുക്കില്ലാത്ത കുറവുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, ദൈവം നമുക്ക് പ്രാർത്ഥിക്കും ഇതേ തരും. അതെ, ദൈവത്തിന് സർവ്വം നമുക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തിയുണ്ട്. അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അപ്പുറമായിട്ട് ദൈവം അത് ചെയ്തു തരും. അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ദൈവസേനയിലാണ് നാം ഇപ്പോഴായിരിക്കുന്നത്. ഇന്നും കൂടെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഇന്നും കൂടെ കർത്താവ് ഇന്നും നിങ്ങളുടെ കണ്ണീർ തുടച്ചയക്കാൻ പോകുന്നു. ഇന്നും മക്കളില്ലാത്തവർക്ക് മക്കളെ തന്ന് അയക്കാൻ പോകുന്നു. ഇന്ന് കടബാധ്യതയിൽ ഇരിക്കുന്നവരുടെ കടം കർത്താവ് മാറ്റി അയക്കാൻ പോകുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിലവിളിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകി വിടുവിക്കാൻ പോകുന്നു. ഇന്ന് അതെ, ജ്ഞാനം കുറവുള്ളവർക്ക് ദൈവം ജ്ഞാനം കൂട്ടിത്തരാൻ പോകുന്നു. സ്വന്തമായിട്ട് ഭവനമില്ലാതെ ഭാരത്തോടെ എത്തിയവർക്ക് ദൈവം ഭവനം തന്ന് അനുഗ്രഹിക്കാൻ പോകും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 42-43 വചനത്തിൽ ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്കിട്ടു. ഇവിടെ ഭയങ്കര ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. രാജാവ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ചക്രവർത്തി തൻ്റെ കയ്യിലുള്ള മുദ്രമോതിരം ഊരി മറ്റൊരാൾക്ക് കൊടുക്കുക? ഇവിടെ ദൈവം തൻ്റെ പ്രിയ പൈതലിനെ കൊടുപ്പിച്ചു. ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം ദൈവം മറ്റുള്ളവർ മുഖാന്തരമായിട്ടും നിങ്ങളെ ഈ വർഷം അനുഗ്രഹിക്കും. അതെ, നിങ്ങൾക്കുള്ള മുട്ട മറ്റുള്ളവർ മുഖാന്തരമായിട്ടും തീർത്തും ദൈവം തീർത്തു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സമ്പന്നതയിലുള്ളവർ നിങ്ങൾക്ക് നേരെ കണ്ണിറുക്കി അടച്ചിരിക്കുമോ? ദൈവം അവരുടെ കണ്ണുകളെ തുറപ്പിച്ച് അതേ നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് ചെയ്യിക്കും, ദൈവവും നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യോസഫിൻ്റെ കയ്യിൽ എന്തെങ്കിലും അന്ന് വിലപിടിപ്പുള്ളതുണ്ടോ? ജയിലിൽ കിടക്കുന്ന ആൾ കിടന്നിട്ടുള്ളവർക്കറിയാം. അവിടെ വസ്ത്രം ചുരുക്കം, പോയി കണ്ടിട്ടുള്ളവർക്കും അറിയാം അവിടെ കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ ചുരുക്കമാണ്. എന്നാൽ ഇവിടെ രാജാവിൻ്റെ മുദ്രമോതിരം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇതാ ദൈവം ഊരി യോസഫിൻ്റെ കൈക്ക് ഇടിയിച്ചു. എന്താണ് കാരണം? അവൻ്റെ ജീവിതത്തിലെ വിശ്വസ്തത. രാജാവ് കണ്ടിട്ടില്ല അവൻ എന്ത് ചെയ്യുന്നത്, ദൈവം കണ്ടു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ സകല രഹസ്യങ്ങളും ദൈവം കാണുകയും അത് അനുഗ്രഹിക്കേണ്ടവർക്ക് അനുഗ്രഹം ചൊരിയുകയും ശിക്ഷിക്കേണ്ടവർക്ക് തക്ക സമയത്ത് ദൈവം ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ജയിലറയിലെ തടവറയില് പുള്ളിയുടെ വസ്ത്രം മാറ്റി, തടവ് പുള്ളിയുടെ വസ്ത്രം മാറ്റി വിശേഷ വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. ദൈവം മാനിച്ചത് സ്വർണ്ണമാലയും അവന് കൊടുത്തു. അപ്പൻ നിലയെങ്കി കൊടുത്തു. ദൈവം സ്വപ്നം കൊടുത്തു. പിന്നത്തേതിൽ അവൻ ദൈവ വഴികളിൽ തന്നെ ആയിരുന്നപ്പോൾ രാജാവിനെ കൊണ്ട് തൻ്റെ മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്ക് ഇടിവിച്ചു. അവന് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയെ അവൻ്റെ കഴുത്തിലിട്ടു. മാത്രമല്ല തൻ്റെ 2-ാം രഥത്തിൽ ഏറ്റവും വേണ്ടത്തക്കവരെ മാത്രമേ രാജാവ് 2-ാം രഥത്തിൽ കൊണ്ടുപോവുകയുള്ളൂ. അവനെ കയറ്റി രാജാവ് വിളിച്ചു പറയണം, മുട്ടുകുത്തുവിൻ അവൻ്റെ മുമ്പിലെന്ന് വിളിച്ചു പറയിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇങ്ങനെ യോസഫിനെ മിസ്രയീം ദേശത്തിനൊക്കെയും ദൈവം അധിപനായി മാറ്റി. ദൈവം യോസഫിൻ്റെ മുമ്പിൽ മിസ്രയീം ദേശത്തിലെ സകല പൗരന്മാരെയും സകല സ്ത്രീ പുരുഷന്മാരെയും മുട്ടുകുത്തിച്ചു. അങ്ങനെയാണെങ്കിൽ മിസ്രയീം കച്ചവടക്കാരൻ്റെ ഭാര്യയെ എൻ്റെ മുമ്പിൽ വന്ന് വരുത്തിച്ച് മുട്ടുകുത്തിച്ചിട്ടുണ്ടാവണം. എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നോ നിന്ദിതരായിത്തീരും. ഏലിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുമാത്രം മാനിക്കപ്പെടേണ്ട ഒരു കുടുംബം. ദൈവത്തെ ഭയപ്പെടാതെ ആലയത്തിൽ വരുന്ന കാശികൾ വ്യഭിചാര പ്രവർത്തനത്തിന് രഹസ്യമായിട്ട് പങ്കിട്ട് വെപ്പാട്ടികൾക്ക് കൊടുത്തവൻ്റെ കുടുംബത്തെ ദൈവം മുടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഭയപ്പെടുന്നവർക്ക് ദൈവം അനുഗ്രഹം ചൊരിയും. അല്ല, ദൈവത്തെ ഭയപ്പെടാതെ നടക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ദൈവം ശിക്ഷ വിധിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 8-ാം വചനത്തിൽ യോസഫിൻ്റെ സഹോദരന്മാർ അവൻ സ്വപ്നം കണ്ടപ്പോൾ അവനോട് ചോദിച്ചത്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ? സ്വപ്നത്തിൽ ദൈവം അരുളി ചെയ്തത് പിന്നത്തേതിൽ ദൈവം അവന് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 26-ാം വചനത്തിൽ യോസഫിൻ്റെ സഹോദരന്മാർ വന്ന് ക്ഷാമം
അവിടെ കഠിനമായി തീർന്ന നിമിത്തം മിസ്രയീമിൽ വന്ന് ധാന്യം കൊള്ളുവാൻ വന്നു. അങ്ങനെ യോസഫിൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ യോസഫ് ദിവാഷി മുഖാന്തരമാണ് സംസാരിച്ചത്. ഇത് യോസഫ് എന്ന വരാറിഞ്ഞില്ല. ഇവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ തലകുത്തി അവൻ ചെയ്തത്. എന്നാൽ യോസഫ് മിസ്രയീമിൽ എത്തുമെന്നും അവൻ മന്ത്രിപദവിയിൽ എത്തുമെന്നും ആരും അറിഞ്ഞിരുന്നില്ല. ദൈവം യോസഫിൻ്റെ അടുക്കൽ തൻ്റെ സഹോദരന്മാരെ എത്തിച്ചു. യോസഫ് മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാക്കി. ആ അവസ്ഥ ഇവർ തൻ്റെ അപ്പനെ, യോസഫിൻ്റെ അപ്പനെ ചെന്ന് അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു കാലഘട്ടം വരെയും യോസഫിൻ്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൻ്റെ ഇഷ്ടപുത്രൻ, അതുകൊണ്ടാണ് അപ്പൻ അവന് നിലയെങ്കി വാങ്ങിച്ചു കൊടുത്തത്. എന്നാൽ പിന്നത്തേത് പൊട്ടക്കുഴിയിൽ അവൻ അകപ്പെട്ടു. ആ സ്ഥലത്ത് വല്ല ചെന്നായ്ക്കൾ ഇറങ്ങി കടിച്ചു തിന്നവൻ്റെ ബാലൻസ് കാണുകയില്ല. ദൈവം അവനെ കരുതി സംരക്ഷിച്ചു. പിന്നത്തേതിൽ മിസ്രയീമിൻ്റെ ഭവനത്തിൽ പോയി അവൻ വിശ്വസ്തനായിരുന്ന ഒരു ദുഷ്ട സ്ത്രീയുടെ നുണ കാരണം, ഇതാ ഭവനത്തിനകത്തുള്ള ദുഷ്ട സ്ത്രീയുടെ നുണ കാരണം ദൈവദൂതനെ പോലെ യോസഫ് വിശുദ്ധനായി ജീവിച്ചു. എന്തോ ഒരു കഷ്ടസ്ഥിതി യോസഫിന് നേരിട്ടു. അവൻ കാരാഗൃഹത്തിൽ എത്തി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ ഇതേപോലത്തെ അവസ്ഥകളുണ്ടായിരിക്കും. എന്നാൽ കാരാഗൃഹത്തിൽ എത്തിക്കുന്ന ദൈവം നിന്നെ മന്ത്രി പദവിയിലോട്ട് ഉയർത്താൻ ശക്തനാണ്, സർവശക്തനാണ്. അയ്യോ, എനിക്ക് കാരാഗ്രഹമായിപ്പോയി, എനിക്ക് ഞെരുക്കമായിപ്പോയി, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എല്ലാം ചെയ്യുന്നു. അങ്ങനെ ആരും പരിതപിക്കണ്ട. ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ട് ആർക്കെന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. യോസഫ് കാരാഗ്രഹത്തിലായത് അപ്പൻ അറിഞ്ഞില്ല, അവൻ്റെ അമ്മ അറിഞ്ഞില്ല, അവൻ്റെ സഹോദരങ്ങൾ അറിഞ്ഞില്ല, ദൈവം അറിഞ്ഞു. കാരാഗ്രഹത്തിലായിരുന്ന ദൈവപൈതലെ ഒരു സമയം കുറിച്ച് വെച്ച് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിക്കുന്ന വചനപ്രകാരം തക്ക സമയത്ത് യോസഫിന് ദൈവം ഉയർത്തി മിസ്രയീം ദേശത്തിനൊക്കെയും ഈജിപ്തിൻ്റെ ദേശത്തിനൊക്കെയും അധിപതിയാക്കി മാറ്റി. ഹല്ലേലൂയ. അതെ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വീണ്ടും നാം വായിച്ച സങ്കീർത്തനങ്ങൾ 41:1 മുതൽ 3 വരെയുള്ള വചനത്തിൽ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ എൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യണം. നമ്മൾ ശരീരത്തിലാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും അംശം പൊടി ഒരു നന്മയല്ല, മൊത്തം നന്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും ശരീരത്തിൽ ജീവനോടെ ദൈവം ആക്കിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പല ഘട്ടം മരണം കണ്ടിട്ട് വന്നവളാണ്. കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് നൽകി, എന്നാൽ ഞങ്ങളെ ദൈവം ജീവനോടെ വച്ചിരിക്കുന്നു. അതിനെന്ത് നന്മ ദൈവത്തിന് ഞാൻ ചെയ്യണം? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ നന്മ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ നന്മ ചെയ്യണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നന്മയാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. നല്ലതാകിലും തീയന, നന്മ എല്ലാം ചെയ്തെങ്കിലേ പോലും, അല്ല അംശം പൊടിയിട്ട് ചെയ്തുകൊണ്ടെന്ന് അവിടെ ഒന്നും കാണുകയില്ല. അതുകൊണ്ട് നന്മ മനഃപൂർവ്വം മനസ്സ് വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പ്രതിഫലം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. നാം എളിയവരെ ആദരിക്കാറുണ്ടോ? എളിയവനെ ആദരിക്കുന്നവന് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അനർത്ഥ ദിവസം എല്ലാ മനുഷ്യർക്കും വരാം, ഏത് മനുഷ്യർക്കും വരാം. എന്നാൽ നീ എളിയവരെ ആദരിക്കുന്നവരാണെങ്കിൽ, അവരുടെ മുട്ടു തീർക്കുന്നവരാണെങ്കിൽ, വിധവമാരുടെ കണ്ണീർ തുടയ്ക്കുന്നവരാണെങ്കിൽ, അതെ, അനാഥന അംശം കൊടുക്കുന്നവനാണെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അതെ, ഭൂമിയിലെ ഭാഗ്യവാൻ ലോട്ടറി കിട്ടുന്നവരല്ല, 10 മക്കളുള്ളവരല്ല, വലിയ ഡിഗ്രിയും പ്രശസ്തിയുള്ളവരല്ല. എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യെശയ്യാപ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ ചക്രവർത്തിയായി ഹിസ്കിയാവ് തൻ്റെ മരണശയ്യയിൽ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് പ്രസാദമായുള്ള വഴിയിൽ നടന്നു എന്ന് ഓർക്കണമേ. ദൈവം അത് ഓർത്ത് മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ച് കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തിയെ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനത്തിൽ കൊർന്നല്യോസ് എന്ന ശതാധിപനെ പറ്റി പറയുന്നുണ്ട്.
ഇവൻ പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയിലും ദൈവമുള്ളവനായിരുന്നു. അവൻ ദൈവഭക്തനായിരുന്നു. സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ജനത്തിന് വളരെ ധർമ്മങ്ങൾ കൊടുക്കുന്നവനായിരുന്നു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശതാധിപനാണ്. അതെ, വളരെ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കുള്ളവനാണ്. എങ്കിലും അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു ജോലിയില്ല, മണ്ണാങ്കട്ടയില്ലെങ്കിലോ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാണ് പലരും പറയാറ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ശതാധിപൻ അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശിഷ്യഗണങ്ങളെ വിളിച്ച് എപ്രകാരമാണ്? കടലിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്ത മക്കളെയാണ് വിളിച്ചത്. കഠിനാധ്വാനികളെയാണ് ദൈവം ദൈവവേലയ്ക്ക് വിളിക്കുന്നതെന്ന് ചുരുക്കം. നാം കഠിനാധ്വാനം, ദൈവം എല്ലാം നോക്കും. നമ്മുടെ ജീവിതം പ്രസംഗം മാത്രമാണോ? പ്രവൃത്തിയുണ്ടോ? നമ്മുടെ കൈവെപ്പ് ശുശ്രൂഷ എങ്ങനെ? നാം നടക്കുന്ന പാത എങ്ങനെ? സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധനയും. നമ്മെ മുഴുവനായിട്ട് ശോധനയും, നടപ്പും കിടപ്പും മാത്രമല്ല, ഹൃദയത്തെയും അന്തരിന്ദ്രിയത്തെയും കൂടെ ശോധന ചെയ്യുന്ന വലിയവനായ ദൈവമാണ്. മാത്രമല്ല, എളിയവനെ ആദരിക്കുന്നവൻ എന്താണ് പ്രതിഫലം? അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, രോഗശയ്യയിൽ ഇളയവന് നീ കൊടുക്കുന്നവനാണെങ്കിൽ രോഗശയ്യയിൽ ദൈവം നിന്നെ താങ്ങും. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റിവിരിക്കും. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 22-ാം വചനത്തിലും യെശയ്യാപ്രവചന പുസ്തകം 49-ാം അധ്യായം 26-ാം വചനത്തിലും, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. അതെ, നിങ്ങളെ പകയ്ക്കുന്നവരെ ദൈവം പകയ്ക്കും. ഇവിടെയാണ് ഒരു സംശയം. ദൈവമക്കളെ പകയ്ക്കുന്നവരുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശയൊരുക്കും. ദൈവമക്കൾക്കും ശത്രുക്കളുണ്ട്. അതെങ്ങനെ? ദൈവം അവരെ തനിക്കായിട്ട് വേർതിരിച്ച് കൊണ്ടുവരുമ്പം പിശാച് ഒരു കൂട്ടം പേരെ അവർക്കെതിരായിട്ട് എഴുന്നേൽപ്പിക്കും. കർത്താവൻ, അതെ, ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് തന്ന മറുപടി, യൂദാസ് കർത്താവിനോട് കൂടെയിരുന്നു, എന്നാൽ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. വെറും 32 പിച്ചക്കാശിന് വേണ്ടി, വെള്ളിക്കാശിന് വേണ്ടി സർവശക്തനായി ദൈവത്തെ ഒറ്റിക്കണം. പത്രോസ് തരം കിട്ടിയപ്പോൾ തള്ളിപ്പറഞ്ഞു. അതിനു മുമ്പേയുള്ള വേദഭാഗം യോഹന്നാൻ 6:60 കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? പലരും ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? നിങ്ങളിലും പലരും ഇപ്പോൾ പറയാണ്, സിസ്റ്റർ വന്നിരുന്ന കഠിന വാക്ക് പറയും. ദൈവം എനിക്ക് തരുന്നത് പറയാൻ പറ്റുള്ളൂ, അതങ്ങനെ തന്നെ പറയും. ആരുടെ മുഖം നോക്കി നാളിതൊരു ഈ സെക്കൻഡ് വരെ പറയാൻ എന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. ചിലർ മുഖസ്തുതി പറയും, സൗകര്യം കണ്ടോലെ, സാഹചര്യം കണ്ടോലെ, സോപ്പിട്ടിരിക്കും. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. ഹൃദയത്തിലൊന്നിരിക്കും, ചിന്തിക്കുന്ന വേറൊന്നായിരിക്കും, പറയുന്നത് മറ്റൊന്ന്, എന്നിട്ട് രണ്ടുപേരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അവരൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹൃദയശുദ്ധിയോടെ ജീവിപ്പാൻ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കണ്ടെത്തും. അത് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. ഹൃദയത്തിൽ വക്രത വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നിനക്ക് നന്മ കാണാൻ കഴിയില്ല. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൽ, അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴിമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. ഇവിടെ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. ഹാമാൻ എസ്തേറിനെയും അവളുടെ കുലത്തെയും, അതേ യഹൂദ വംശത്തെയും മുടിച്ചു കളയാനായിട്ട് രാജാവിൻ്റെ ഉത്തരവ് വാങ്ങിച്ചും കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. ദൈവം അവൻ ആർക്ക് വേണ്ടി കഴിവും ഒരുക്കിയിരുന്നോ? മൊർദെഖായിക്ക് വേണ്ടിയിട്ടാണ് ഹാമാൻ കഴിവുമരമൊക്കെ ഒരുത്തി നിർത്തിയിരുന്നത്. അതേ കഴിവുമരത്തിൽ ഹാമാനെ ദൈവം തൂക്കിച്ചു. ഇതിൻ്റെ അർത്ഥം, നിങ്ങളെ പകയ്ക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്യും. ആരും എഴുന്നേറ്റ് നിന്ന് പ്രതികാരം ചെയ്യാൻ പോകണ്ട. ഏത് സ്ഥലത്ത് വെച്ച് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ദൈവം നിലംപരിശാക്കി കളയും. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തിൽ, രാജാവിന് ഉറക്കം വരാത്തതിനാൽ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ മൊർദെഖായി രാജാവിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് എഴുന്നേറ്റവരെ കുറിച്ചുള്ള ആ അറിവ്, രാജാവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ രാജാവിനെ അറിയിച്ചതിനെക്കുറിച്ച് അവിടെ കുറിച്ച് വെച്ചിരുന്നു.
രാജാവ് ചോദിച്ചു, ഇതിനു പകരമായിട്ട് മൊർദെഖായിക്ക് എന്ത് സ്ഥാനക്കയറ്റം കൊടുത്തു? ഒന്നും കൊടുത്തില്ല. മൊർദെഖായി ഇന്നും കാവൽക്കാരനായിട്ടിരിക്കുക. വേഗത്തിൽ രാജാവ് കൽപ്പിച്ചു, ഇതിനു വേണ്ടിയും രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണം? ആരോടാണ് ചോദിക്കുന്നത്? ഹാമാനോട്, മൊർദെഖായിയുടെ ശത്രുവിനോട്. ഇപ്പം ഹാമാൻ പറയുന്നത് എന്താ? രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിൻ്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാർ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അപ്പോൾ രാജാവ് കൽപ്പിക്കുകയാണ്, നീ പറഞ്ഞതുപോലെ കൊണ്ടുവരണം. വന്ന് രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെ ചെയ്യുക. ഇത് തീരെയും ഹാമാൻ പ്രതീക്ഷിച്ചില്ല. അവൻ പ്രതീക്ഷിച്ചത് രാജാവ് എന്നെ തന്നെ ബഹുമാനിക്കും, ഞാൻ കഴിഞ്ഞല്ലാതെ ആരുണ്ട്? പലരും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കഴിഞ്ഞ് ഈ ലോകത്തെ ആരുണ്ട്? ഇല്ല, നിന്നെക്കാൾ ശ്രേഷ്ഠത എത്രയോ പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലരും ചിന്തിക്കും തങ്ങളില്ലെങ്കിൽ ലോകമില്ല. ഇല്ല, നിങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളവരുണ്ട്, എന്നെക്കാളും ശ്രേഷ്ഠതയുള്ള എത്രയോ പേരുണ്ട്. ഇവിടെ ഹാമാൻ അഹങ്കാരിയായിട്ടിരുന്ന് ചിന്തിച്ചത് എന്നെ തന്നെ രാജാവ് സ്ഥാനക്കയറ്റം തന്ന് ഉയർത്തും. പിന്നെ സംഭവിച്ചതോ? എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വചനത്തിൽ, അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു, മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീഥിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യുന്നു അവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ മൊർദെഖായിക്ക് രാജാവ് സ്ഥാനക്കയറ്റം നൽകി ഉയർത്തുകയും ഹാമാനെ കൊന്നു മുടിക്കാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം മൊർദെഖായി പ്രാർത്ഥിച്ച് കാത്തിരുന്നതേ ഉള്ളൂ. മൊർദെഖായി ചെന്ന് പിന്നെ ഒന്നും ഉണർത്തിക്കാനോ സങ്കടം ബോധിപ്പിക്കാനോ ഒന്നും പോയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ തക്ക സമയത്ത് ഓർമ്മിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. യോസഫിൻ്റെ കയ്യിൽ മുദ്രമോതിരം ഇടിവിച്ച ദൈവം ഇതാ മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി. മാത്രമല്ല, രാജാവ് വരിച്ചു വന്ന രാജവസ്ത്രമാണ് അവനെ ധരിപ്പിച്ചത്. രാജാവ് കയറുന്ന കുതിരയിലാണ് അവനെ കയറ്റിയത്. രാജാവിൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടം അവൻ്റെ തലയിൽ വെച്ചു. ഹല്ലേലൂയ. യോസേഫ് വിശ്വസ്തനായി ജീവിച്ചു. രാജാവിൻ്റെ മുദ്രമോതിരം ദൈവം തൻ്റെ പൈതലിനെ അണിയിച്ചു. മൊർദെഖായി വിശ്വസ്തനായി ജീവിച്ചു. രാജാവിൻ്റെ തലയിൽ വെക്കുന്ന കിരീടം ദൈവം അവൻ്റെ തലയിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം ദൈവമക്കളെയാണ് അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിന്, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന ശേഷം മായിച്ചു കളയും. ഇതെന്താണ്? ദൈവജനത്തിനെതിരായിട്ട് എന്തെങ്കിലും നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം കുറിച്ച് വെച്ച് പകരം ചെയ്യും. പ്രത്യേകിച്ച് ദൈവത്തിന് പ്രിയങ്കരമായിട്ടുള്ള മക്കൾക്കെതിരായിട്ടാണെങ്കിൽ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചുകൊണ്ടാൽ മതി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 37:9-20 വചനത്തിൽ, ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടും. ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് സുഖമായിട്ട് ആരും കണ്ടില്ല, അറിഞ്ഞില്ല, നല്ല നെക്ലസ് കിട്ടും, നല്ല പട്ടുസാരി ചുറ്റി, ഒട്ടും ആരും അറിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് കേമമായി ഇരിപ്പുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടും. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. അതായത് മിച്ചം കാണത്തില്ല. സങ്കീർത്തനങ്ങൾ 37:28. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും നടപ്പും സൂക്ഷിക്കുക, ദുഷ്ടത മതിയാക്കുക, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. 1 പത്രോസ് 3:13, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അല്പസ്വല്പം എന്തെങ്കിലും ആരെങ്കിലും കാണിക്കാനോ മൈക്ക് കൂടി ഘോഷിക്കാനോ എന്തെങ്കിലും അല്ല. രഹസ്യ ജീവിതത്തിൽ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയേണ്ട. ദാനധർമ്മം കൊടുത്തിട്ട് ഞാൻ ദാനം കൊടുത്തിരിക്കാൻ കൊട്ടിമുഴക്കി കൊണ്ടുപോയാൽ പ്രതിഫലമില്ല. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയേണ്ട. ഭാര്യ, അതായത് ദാനധർമ്മം ചെയ്യുന്നത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് അറിയേണ്ട, ഭർത്താവ് ചെയ്യുന്നെങ്കിൽ ഭാര്യ അറിയാം. ദാനധർമ്മം വേശ്യാപ്രവൃത്തിക്ക് കൊടുക്കുന്നതല്ല, വ്യഭിചാരം ചെയ്തിട്ട് കൊടുക്കുന്ന ഫ്ലാറ്റുകൾ വാങ്ങിച്ചു കൊടുക്കണമല്ല, വലിയ വലിയ വൺമാളികൾ കെട്ടിക്കൊടുക്കണമല്ല, വലിയ വലിയ നെക്ലസുകൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതല്ല. ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിക്കും നീ പണം ചെലവഴിക്കരുത്. അത് ദൈവം തീ കൂടി കടത്തി വിടുമെന്നാണ് ദൈവത്തിൻ്റെ വചനമാണെന്ന്. ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. തീ കൂടി കടത്തി വിടുമ്പോൾ വെന്തു പോകും നിൻ്റെ പ്രവൃത്തി, വെന്തു പോകും നീ. അതെ, പ്രവൃത്തിക്ക് പ്രതിഫലമില്ലാതെ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വരും. മാത്രമല്ല, ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുന്നത് എപ്രകാരം? മലാക്കി പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വചനത്തിൽ, ഒരു മനുഷ്യൻ
തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തെ മാനിക്കുന്ന മക്കളെ ദൈവം നിശ്ചയമായി മാനിക്കും. മാത്രമല്ല, യഹോവയെക്കുറിച്ച് സ്മരിക്കുന്നവരെ സ്മരണ പുസ്തകത്തിൽ എഴുതി അവർക്ക് പ്രതിഫലം നൽകി. കൂടാതെ കർത്താവിൻ്റെ വീണ്ടും വരവിൽ അവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ എൻ്റെ നിക്ഷേപമായിരിക്കും. ദൈവത്തിന് അവരൊരു പ്രത്യേക സമ്പത്താണ്. ഹല്ലേലൂയ! ദൈവജനം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വചനത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു, എന്നാൽ ചിലരുടെ ദൈവം വയറന്മാർ ലോകജടപ്രകാരം ജീവിക്കും. അതെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ശരീരം വിട്ടുകൊടുക്കാതെ വേറെ എന്തെങ്കിലും വിട്ടുകൊടുത്താൽ, പള്ളി വെച്ച് കൊടുക്കാം, അതെ 10 സെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കുറേ പൈസ കൊടുത്ത് ദൈവം പ്രസാദിക്കില്ല. അല്ലെങ്കിൽ ശരീരം വിട്ടുകൊടുക്കുക. ശരീരം നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്താൽ ഈ ശരീരം കൊണ്ട് മറ്റേ കൃത്യങ്ങൾ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് ഓടില്ല. അതുകൊണ്ട് ഇന്ന് ദൈവസേനയിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന 1.5 മണിക്കൂർ സമർപ്പിച്ചിട്ട് പുറത്തിറങ്ങിയോടെ കോപ്രായം കാണിക്കാനല്ല, ദൈവത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും. ചിലരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഇത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇവിടെ പല കാര്യങ്ങളൊക്കെ ജഡത്തിനെ പ്രസാദിപ്പിച്ച് പോകാം. ഇതല്ല നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കണം, നമ്മുടെ ഭവനം സ്വർഗത്തിൽ ഉണ്ടാകണം, നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. അതെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 43-ാം വചനത്തിൽ കർത്താവ് താൻ ലോകത്തിലായിരുന്നപ്പോൾ സാക്ഷാൽ ദൈവപുത്രന് കർത്താവിനെക്കുറിച്ച് അറിഞ്ഞ ജനം അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അതെ, പത്രോസ് ദൈവത്താലുള്ള മാനമാണ് അവൻ ആഗ്രഹിക്കണം, എന്നാൽ മനുഷ്യരാലുള്ള മാനം ആഗ്രഹിച്ചിട്ട് ഈ മനുഷ്യൻ ഞാൻ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. യോഹന്നാൻ 12:42 പള്ളിപ്രമാണികളിൽ അനേകർ അവരിൽ വിശ്വസിച്ചു, എന്നാൽ പള്ളി ഭ്രഷ്ടന്മാരാകാതിരിപ്പാൻ ഏറ്റുപറഞ്ഞില്ല. ഇന്ന് നമ്മൾ വിചാരിക്കും, നമ്മൾ തീരുമാനം എടുത്താൽ നമ്മളെ അങ്ങനെ നടന്നില്ല മറ്റേ ആൾ എന്ത് വിചാരിക്കും.